ഹിമാചൽ പ്രദേശിലെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം 82ആയി. കാണാതായ 31 ആളുകൾക്ക് വേണ്ടി ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. മൺസൂൺ ശക്തി പ്രാപിച്ചതോടെ ഗുജറാത്തിലും ഡൽഹിയിലും മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും അടക്കം ആളുകൾ പ്രതിസന്ധി നേരിടുകയാണ്. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർജുൻ, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. മരണം 82ആയി. 30ഓളം പേർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മഴയുടെ അവസ്ഥ എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ. സന്ധ്യ, ദിവിഷ്, മഴ കുറഞ്ഞു വരുന്നുണ്ട്. ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള കാര്യം, അടുത്ത 3 ദിവസത്തെ കൂടി മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് യെല്ലോ അലേർട്ടാണ്. അതായത് കഴിഞ്ഞ 2 ആഴ്ചത്തെ ആ ഒരു തീവ്രതയിൽ നിന്നും ഹിമാചൽ പ്രദേശിലെ മഴയുടെ ആ ഒരു ശക്തി കുറഞ്ഞു വരുന്നുണ്ട്. ആളുകൾക്ക് ആശ്വസിക്കാവുന്നൊരു ഒരു വാർത്തയാണ് അത്. അവിടുത്തെ ഹിമാചൽ പ്രദേശ് സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മഴയുടെ തീവ്രത കുറഞ്ഞതോടുകൂടി തിരച്ചിൽ കുറച്ചുകൂടി വേഗതയിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല രക്ഷാപ്രവർത്തനവും അതുപോലെ തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വേഗത ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. 31 പേരെയാണ് ഇപ്പോഴും കണ്ടെത്താനുള്ളത്. ഈ 31 പേരെയും കാണാതായത് മണ്ഡി ജില്ലയിൽ തന്നെയാണ്. മണ്ഡി ജില്ലയാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള സ്ഥിതി നേരിട്ടുകൊണ്ടിരിക്കുന്നതും കൂടുതൽ ആളുകൾ മരണപ്പെട്ടതും ഈ മണ്ഡി ജില്ലയിൽ തന്നെയാണ്. അതിന് പുറമെ കുളു ജില്ല, ഷിംല തുടങ്ങിയിട്ടുള്ള ഇടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുണ്ട്. മലയാളികൾ കൂടുതലുള്ളത് കുറച്ചുകൂടി താഴേക്ക് സോലൻ പോലെയുള്ള മേഖലകളിലാണ്. അവിടെ വലിയ പ്രശ്നമില്ല, ചെറിയ മഴ മാത്രമാണ് അവിടെയുള്ളൂ എന്നുള്ളതാണ് നിലവിൽ നമ്മൾ അവിടെയുള്ള മലയാളികളുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. എന്തായാലും ഒരു 15-16 ദിവസത്തെ ശക്തമായിട്ട് മഴയ്ക്കും അതുപോലെ നാശനഷ്ടങ്ങൾക്കും ശേഷം ഹിമാചൽ പ്രദേശ് പതിയെ പഴയ രീതിയിലേക്ക് വരികയാണെന്ന് പറയാൻ സാധിക്കും. ജൂലൈ 9 വരെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വ്യക്തമാകുന്നതാണ് എത്രത്തോളം നാശനഷ്ടങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നത്. ശരി അർജുൻ.